നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ സ്കൂളിലെ പ്രിൻസിപ്പളായ കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നിനക്ക് ജോലി കിട്ടിയ കാര്യം ഞങ്ങളൊക്കെ അറിയണ്ടേ? അതൊരു സന്തോഷമല്ലേ? സ്കൂളിൽ ജോലി കിട്ടിയെന്നോ? ആർക്ക്? അപ്പൊ ജോലി കിട്ടിയില്ലേ? പിന്നെ ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അല്ല, അത് പിന്നെ ജഗദീഷ് അവന്റെ ബിസിനസ് കാര്യത്തിനായി പല സ്ഥലത്തേക്കും പോകുന്ന സമയം നോക്കി നീ എന്നോട് പോലും പറയാതെ കറങ്ങി നടക്കുകയല്ലേ? അല്ലമ്മേ, അമ്മേ പറയേ, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അത് അമ്മേ, ഞാൻ പിള്ളേരുടെ സ്കൂളിലേക്ക് തന്നെയാ പോയത്. ഈ വൈകുന്നേരം വരെയോ? അത് പിന്നെ സ്കൂളിലെ ആനിവേഴ്സറിയെ കുറിച്ചൊക്കെ ആലോചിക്കാൻ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്താ ആനിവേഴ്സറിയുടെ ചുമതല നിനക്കാണോ? അതല്ല, ഡാൻസുകളുടെ പാട്ടൊക്കെ സെലക്ട് ചെയ്യുന്നതേ ഞാനാ. ഓ, ഡാൻസ് ടീച്ചറും പേരുകേട്ട മ്യൂസിക് ടീച്ചറും ആ സ്കൂളിലുള്ളപ്പോ നീ അതെ മാലതി, കള്ളത്തരം പറയുമ്പോ അതിനും വേണ്ട ഒരു ലോജിക്ക്. അമ്മേ, അല്ലമ്മേ, ഞാനൊരു ഡാൻസുകാരിയാണല്ലോ. നീ ഡാൻസുകാരിയാ. കള്ളത്തരം പറഞ്ഞൊപ്പിക്കാൻ വേണ്ടി നീ കിടന്ന് വല്ലാതെ ഡാൻസ് കളിക്കുന്നു. ഞാനത് കാണുന്നുണ്ട്. അമ്മേ, അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്തോ ഒരു കള്ളത്തരമുണ്ട്. ഇതെന്താ? ഇത് ഇങ്ങടുത്തെ കാണട്ടെ. ഇതൊരു സാരിയാണല്ലോ. അമ്മേ, ഇത് സ്കൂളിലെ ഇൻട്രൊഡക്ഷൻ ഡാൻസിന് ഉടുക്കാൻ കുട്ടികൾക്ക് 25 സാരികൾ വേണം. ഞാൻ കടയിൽ കയറി സെലക്ട് ചെയ്ത സാമ്പിൾ സാരിയാ. ഇത്ര 25 വാങ്ങിക്കാൻ അവരോട് പറയാം. ഇതിനെന്താ വില? ഓ, 1300 രൂപയാ. 25 ഒരുമിച്ചെടുക്കുമ്പോഴേ 1000 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു. എത്ര രൂപ? അങ്ങനെ വരുമ്പോ 1000 രൂപ. സാരികള് മൊത്തമായി എടുത്ത് അതില് മ്യൂറൽ പെയിന്റ് ചെയ്യുന്ന എന്നോടാണോടി നിന്റെ കള്ളക്കളി? ഈ സാരിക്ക് ഒരെണ്ണത്തിന് 1 ലക്ഷം രൂപയെങ്കിലും വില വരും. ഇതില് വിലയുണ്ടല്ലോ, 1 ലക്ഷം രൂപ. നീയും നിന്റെ ആങ്ങളെയും അച്ഛനും അമ്മയും ഒക്കെ നേരും നെറുവും ഉള്ളവരല്ല, വളഞ്ഞ വഴിയിലൂടെ നടക്കുന്നവരാ. അമ്മേ, ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകൻ ജഗദീഷിനെ എനിക്ക് പേടിയ. നീ അവന്റെ മുമ്പിലെങ്ങാനും ഇതുപോലുള്ള കള്ളത്തരങ്ങൾ ഇനിയും കാട്ടിയ അവൻ നിന്റെ കൈയും കാലും ഒടിച്ചിവിടിയിടും. എന്നിട്ട് അവൻ നിനക്ക് ചെലവിന് തരും. അമ്മേ, 1000 രൂപയുടെ സാരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.